കാട്ടുപന്നി ആക്രമണത്തിൽ വ്യാപകമായി കൃഷിനാശം തുടർക്കഥയാകുന്നു. കർഷകർക്ക് കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥ. കപ്പൂർ പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും കർഷകരുടെയും പ്രത്യേക യോഗത്തിൽ പ്രതിഷേധം കടുപ്പിച്ച കർഷകർ. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികനെ കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. കുമന്നൂർ സ്വദേശിക്കാണ് പരിക്കേറ്റത്. നഷ്ടം സഹിച്ചും കാലങ്ങളായി കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറാവാതിരുന്ന പരമ്പരാഗത കർഷകർ പോലും ഈ മേഖലയിൽ നിന്നും പിന്തിരിയുന്ന അവസ്ഥയായി. കർഷകർക്ക് മാത്രമല്ല, ജനങ്ങളെ ഒന്നടങ്കം ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്നും കൃഷി നശിപ്പിക്കുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിനായി പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കുന്ന തുക മതിയാവില്ലെന്നും കർഷകർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. നമ്മളുടെ 18 വാർഡുണ്ട്. ഈ 18 വാർഡിൽ 18 മെമ്പർമാരുണ്ട്. ഈ 18 മെമ്പർമാരും ഇലക്ഷന് ഓരോ വീട്ടിലും 3 പ്രാവശ്യം 4 പ്രാവശ്യം പോയിട്ടുണ്ടാവും. എന്താണ് അവർ ഉദ്ദേശിച്ചത്? ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാർഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാമെന്നാണ്. അങ്ങനെ 18 മെമ്പർമാരും കൂടെ ചേർന്നിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ഈ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പ്രശ്നത്തിന് പോംവഴി കാണാൻ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് ഓരോരുത്തരും ആലോചിച്ചിട്ട് പാടശേഖര സമിതിയായിട്ട് സഹകരിച്ച് എന്ത് ചെയ്യാൻ തയ്യാറായി വരണം. എന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുള്ളൂ. കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഇവിടെ ഉള്ള മെമ്പർമാർക്ക് അറിയാം. ഇനി മന്ത്രിക്ക് കൊടുത്തു, മന്ത്രിക്ക് ഇത് അറിയാതിരിക്കുന്നു. മന്ത്രി എല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനെന്താ ഇപ്പൊ കപ്പൂർ പഞ്ചായത്ത് പറഞ്ഞ് ഇവിടെ നിന്ന് ഒരു തുടക്കം വെക്കാണ് എല്ലാ പഞ്ചായത്തും. നമുക്കൊരു കാര്യം ചെയ്യാം, പഞ്ചായത്ത് ഏതായാലും മാർക്കറ്റ് വരുന്നത് നമ്മളൊരാൾ നികുതി അടച്ചിട്ടാണ്. അപ്പൊ ഇത് സർക്കാർക്ക് എത്തുമല്ലോ. നമ്മളെന്നെ ഒരാൾ നികുതി അടക്കുന്നില്ല. എന്തുകൊണ്ടെന്നാ പന്നി ശല്യം കൃഷി ഇറക്കാൻ പറ്റണമെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഉന്നയിക്കാലോ. കർഷകർ തന്നെ വലിയ തുക പിരിവെടുത്താണ് ഇപ്പോൾ പന്നിവേട്ട നടത്തുന്നത്. ഇത് കർഷകർക്ക് താങ്ങാനാവുന്നില്ലെന്നാണ് പരാതി. അത് ആ കർഷക ആ ഭൂമി ഉടമസ്ഥന്മാരോട് നമ്മൾ പറയുമ്പോൾ നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് നിർബന്ധമായിട്ട് പഞ്ചായത്ത് ഉത്തരവ് വിളിച്ച് ഇത്തരം കാടുകൾ വെട്ടി തെളിയിക്കാനുള്ള സംവിധാനം നിർബന്ധമായിട്ട് വെക്കും. കരപ്പുരയിടങ്ങളിലെ കാടുകളിലും കനാൽ പുറമ്പോക്കിലെ കാടുകളിലുമാണ് കാട്ടുപന്നികൾ തമ്പടിക്കുന്നത്. കാട് വെട്ടിത്തെളിച്ചാൽ ഒരു പരിധിവരെ പന്നിശല്യം ഒഴിവാക്കാൻ കഴിയുമെന്നും ഇതിന് പഞ്ചായത്ത് മുന്നോട്ട് വരണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പല വാർഡ് മെമ്പർമാർ പങ്കെടുക്കാത്തതിൽ രൂക്ഷ വിമർശനവും ഉയർന്നു. വിഷയം ഗൌരവമുള്ളതാണെന്നും നിയമപരമായ എല്ലാ സംരക്ഷണവും കർഷകർക്കുണ്ടാകുമെന്നും കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ പറഞ്ഞു. തുടർന്ന് വരുന്ന ഗ്രാമസഭയുടെ മെമ്പർമാരും അവിടെ നിന്നൊരു പരാതി ഒപ്പിട്ടുമാക്കിയ തൊഴിലാളികളുടെ എല്ലാം കൂടി നമുക്ക് ഒന്നിച്ചിട്ട് ഇത് പൂർത്തിയാക്കിയിട്ട് എല്ലാ ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിതലത്തിലും MP തലത്തിലും കൊടുക്കാം എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ദിവസങ്ങൾക്ക് മുൻപ് കപ്പൂർ പഞ്ചായത്തിൽ നിന്ന് 21 പന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ ബൈക്ക് യാത്രികനെ കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂർ കള്ളിക്കുന്ന് സ്വദേശി കെ ഷമീറിനാണ് നിയന്ത്രണം തെറ്റിയ വാഹനം റോഡിലേക്ക് മറിഞ്ഞു വീണ് പരിക്കേറ്റത്. പന്നിശല്യം രൂക്ഷമാണെന്നും പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ ഭയമാണെന്നും നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. NCV ന്യൂസ് തൃത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.